ഇറ്റ് വാസ് 2022 ലാസ്റ്റത്തെ മാസം ഡിസംബർ. ഞാൻ എൻ്റെ CA ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞാണ്ട് നിൽക്കുന്ന ടൈമാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ദ ലോവസ്റ്റ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ഐ വാസ് ലിറ്ററലി എ നോ ബഡി. എൻ്റെ ഫേസ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് സിസ്റ്റിക് ആക്നി ആയിരുന്നു. മുഖം വാഷ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള. എൻ്റെ സെൽഫ് കോൺഫിഡൻസ്, ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു മനക്കരുത്ത് ഒക്കെ ഭയങ്കര ലോ ആയിരുന്നു. അതേപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നൊന്നും പറയാൻ എനിക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ CA ഫൗണ്ടേഷൻ എക്സാം കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതുവരെയുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആകെ +2 ആണ്. ലൈഫിൽ കാര്യമായിട്ടൊന്നും അച്ചീവ് ചെയ്യാത്ത, സിമ്പിൾ വേർഡിൽ പറയുകയാണെങ്കിൽ നോ ബഡി. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ലായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഇംപ്രൂവ് മൈ ലൈഫ് ബിക്കോസ് ഐ വാസ് ടയേർഡ് ഓഫ് ദാറ്റ് സിറ്റുവേഷൻ. എനിക്കറിയുന്നു എനിക്ക് കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട്, എനിക്ക് മുമ്പ് പോകാൻ പറ്റും, ഞാൻ ഇങ്ങനെ ഇതിലൊരു സെറ്റിൽ ആവേണ്ട ആളല്ല, ഈ ഒരു ലെവലിലേക്ക് നിൽക്കേണ്ട ആളല്ല എന്നുള്ളത്. ബട്ട് യെറ്റ് I hated that feeling of being stuck in life. സോ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു എക്സാം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു ടൈമിൽ, ആ ഒരു വെക്കേഷനാണ്, ഞാൻ ഈ യൂട്യൂബിലൊക്കെ ഓരോ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടൻറ്റുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഇൻസ്റ്റാഗ്രാം ആൽഗോരിതം കാര്യങ്ങളൊക്കെ മാറാൻ തുടങ്ങി. നമ്മൾ സാധാരണ റാൻഡം നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ക്യാറ്റ് മെമ്മ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമല്ലോ, തമാശകളൊക്കെ, അതൊക്കെ മാറിയിട്ട് കൂടുതൽ വർക്കൗട്ടിൻ്റെയും മോട്ടിവേഷൻ ടൈപ്പ് കണ്ടൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ എന്ത് ചെയ്തു, എൻ്റെ ലൈഫ് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ടു ദ ജിം, ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ്, ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മൈ മൈൻഡ് സെറ്റ്, ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മൈ ലുക്സ്, ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് ഡ്രസ്സിങ്. അങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് വന്നു. 3 years later, റൈറ്റ് നൗ ഇത് 2025 2025 ഡിസംബർ. ആൻഡ് വെൻ ഐ ലുക്ക് ബാക്ക്, ഐ ബിൽറ്റ് എ ഡീസെൻറ്റ് അത്ലറ്റിക് ഫിസിക്. സ്കിന്നി ഫിസിക്കിൽ നിന്ന് ഞാൻ ഒരു അത്ലറ്റിക് ഫിസിക്കിലേക്ക് മാറി. ആൻഡ് right now we have 50,000 plus subscribers on YouTube and 60,000 plus followers on Instagram, and I am a semi-qualified chartered accountant right now. ഞാൻ എൻ്റെ ഡിസിപ്ലിൻ ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ മൈൻഡ് സെറ്റ് ഇമ്പ്രൂവ് ചെയ്തു, എൻ്റെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്തു, ആൻഡ് സോ മോർ. ആൻഡ് റൈറ്റ് നൗ ലോട്ട് ഓഫ് യങ് പീപ്പിൾ ലുക്ക് അപ്പ് ടു മീ ആസ് എൻ ഇൻസ്പിറേഷൻ. സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആവാൻ കാരണം ഐ സ്റ്റാർട്ടഡ് ഇംപ്രൂവിങ് മൈസെൽഫ്. സോ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഐ എം ഹിഷാം. ഐ മേക്ക് കണ്ടന്റ് ദാറ്റ് ജെനുവൻലി ഹെൽപ്പ് പീപ്പിൾ ടു ഇംപ്രൂവ് ദെയർ ലൈഫ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്തതുപോലെ നിങ്ങളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനും ആൻഡ് ടു മേക്ക് 2026 വൺ ഓഫ് ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് യുവർ ലൈഫ്, ഐ വിൽ ഹെൽപ്പ് യു. എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താണ്ട് എന്ത് ചെയ്യുക, നേരങ്ങളോട് ജിമ്മിക്ക് പോവുക, ബുക്ക് വായിക്കുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സംഭവങ്ങളല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, ജിമ്മിക്ക് പോവുക, മെഡിറ്റേറ്റ് ചെയ്യുക, റീഡിങ്, ഈ സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും there are more important things that you have to know to improve your life. സോ മെയിനായിട്ട് 5 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ചേഞ്ച് യുവർ വാല്യൂസ്. രണ്ടാമത്തത്, ബിക്കം ദ ഹെൽത്തിയസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. മൂന്നാമത്തത്, ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. നാലാമത്തത്, ഡിസൈഡ് വാട്ട് പെയിൻ യു ആർ വില്ലിംഗ് ടു ടോളറേറ്റ് ഇൻ യുവർ ലൈഫ്. അഞ്ചാമത്തത്, ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഇത് ഓരോന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഉണ്ട്. ഡിസംബർ 15 മുമ്പാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് കമ്മ്യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് 15 വരെ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആണ്. ഔട്ട്ലയേഴ്സ് ക്ലബ്ബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ട്രാൻസ്ഫോം യുവർ ലൈഫ് ബൈ ബിക്കമിങ് ദ മോസ്റ്റ് ഡിസിപ്ലിൻഡ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട്, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വെബ്സൈറ്റിലേക്ക് പോകും. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അറിയാൻ പറ്റും. സോ ഡിസംബർ 15 വരെ ഉള്ളൂ സബ്സ്ക്രിപ്ഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ആകെ 30 സ്പോട്ടുകൾ അവൈലബിൾ ഉള്ളൂ. 30 ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ചെക്ക് ദ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ യു ഇഫ് യു ജെനുവിൻലി വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലൈഫ്. സോ ബാക്ക് ടു ദ വീഡിയോ. അതിൽ ഫസ്റ്റ് വൺ ആണ് ചേഞ്ചിങ് വാല്യൂസ്. വാല്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൻ്റെ സക്സസ് അല്ലെങ്കിൽ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു മെട്രിക്സ്, നമ്മൾ അളക്കുന്ന ഒരു അളവുകോൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പല ആൾക്കാരും ഓലെ സക്സസ് കാണാൻ എന്തായിരിക്കും, ഓല് കൂടുതൽ പൈസ ഉണ്ടാക്കി അതിൻ്റെ ബേസിലായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ കാണാൻ ഓലെ ലൈഫ് എത്രത്തോളം ഫുൾഫിൽമെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഓലെ എത്ര റിലേഷൻഷിപ്പൊക്കെ എത്ര നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും പല കാഴ്ചപ്പാടായിരിക്കും ലൈഫ് സക്സസ് ആയോ എന്നുള്ളത് എങ്ങനെ ഓല് മെഷർ ചെയ്യണത്. ഇപ്പോൾ വാല്യൂസ് എന്ന് പറയുന്നത് അതിന് വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മെട്രിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ബാഡ് വാല്യൂസും ഉണ്ട്, ഗുഡ് വാല്യൂസും ഉണ്ട്. ഫസ്റ്റ് ഞാൻ ബാഡ് വാല്യൂസിൻ്റെ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് തുടങ്ങാം. ഫസ്റ്റ് വൺ, മെറ്റീരിയൽ സക്സസ്. അതായത് നമ്മളെ ലൈഫിൻ്റെ സക്സസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റുമോ, എക്സ്റ്റേണൽ സംഭവങ്ങൾ നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ പറ്റുമോ അതിൻ്റെ ബേസിലാണ്. എത്ര വിലൻ്റെ കാർ നമുക്ക് വാങ്ങാൻ പറ്റും, എത്രത്തോളം കാറുകൾ നമുക്ക് വാങ്ങാൻ പറ്റും, എത്ര ബൈക്ക്, എത്ര വാച്ചസ്, എത്ര ക്ലോത്ത്, എത്ര പൈസ, ഇങ്ങനത്തെ സംഭവം ഉണ്ടല്ലോ എക്സ്റ്റേണൽ കാര്യങ്ങൾ. ഇത് എത്രത്തോളം അക്വയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ബേസിൽ നമ്മളെ ഹാപ്പിനെസ് നമ്മൾ കണക്കാക്കുന്നുള്ളത്. ഇറ്റ് ഈസ് എ ബാഡ് മെട്രിക്സ് അല്ലെങ്കിൽ ബാഡ് വാല്യൂ.
ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ ശരിക്കും ആക്ച്വലി ആസ് എ പേഴ്സൺ നമ്മൾ എത്രത്തോളം നമ്മളെ ക്യാരക്ടർ, നമ്മളെ ഇമോഷണൽ ഇൻ്റലിജൻസ്, നമ്മളെ എമ്പതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഗ്രോ ചെയ്തു നോക്കുന്നതിൻ്റെ പകരം, നമ്മളെ പാസ്റ്റ് കമ്പയർ ചെയ്ത് എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു നോക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ മെറ്റീരിയൽ സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മളെ സക്സസ് അളക്കുന്നത് ഒരു ചീത്ത വാല്യൂ ആണ്. രണ്ടാമത്താണ് പ്ലഷർ. സോ പ്ലഷർ ആൻഡ് ഹാപ്പിനെസ് ആർ ഡിഫറെൻറ്റ്. ഈ എൻജോയ്മെൻറ്റ്, ഹാപ്പിനെസ് ഒക്കെ ലൈഫിൻ്റെ നമ്മൾ നല്ല കാര്യങ്ങൾ, നല്ല വാല്യൂസ് ലൈഫിൽ പകർത്തുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയി വരുന്നതാണ്. പ്ലഷർ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇടാതെ നമുക്ക് കിട്ടുന്ന എൻജോയ്മെൻ്റാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത്, പോൺ കാണുന്നത്, അതുപോലെ ഹൈലി പാലറ്റബിൾ ആയിട്ടുള്ള ഷുഗറി ഫുഡുകൾ കഴിക്കുന്നത്, ഇങ്ങനത്തെ സംഭവത്തിനൊന്നും എന്തില്ല, നമ്മൾ പോലെ പണി എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് റെഡിലി അവൈലബിൾ ആണ്, അല്ലെങ്കിൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ചേസ് ചെയ്യുന്ന, ഇതാണ് ഹാപ്പിനെസ്, ഇതാണ് ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് എന്നുള്ള ബേസിൽ കുറേ ആൾക്കാർ ഇങ്ങനത്തെ സംഭവങ്ങൾ ചേസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു വാനിറ്റി മെട്രിക്സ് ആണ്. അങ്ങനെ ചേസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കഴിഞ്ഞാൽ ഡിപ്രസ്ഡ് ആയിക്കാണ്ടായിരിക്കും എന്തുണ്ടാവുക, ആയിത്തീരുക. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ബാഡ് മെട്രിക്സ് ആണ് സ്റ്റേയിങ് ആൾവേസ് പോസിറ്റീവ് എന്നുള്ളത്. സംടൈംസ് ലൈഫ് സക്ക്, ബാഡ് തിങ്സ് ഹാപ്പൻ, പീപ്പിൾ അപ്സെറ്റ് അസ്, ആക്സിഡൻറ്റ്സ് ഹാപ്പൻ, വി മേ ഫീൽ ലൈക്ക് ഷിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഫൈൻ. കാരണം എപ്പോഴും ലൈഫ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കണ തന്നെ ഒരു എന്താ പറയുക, ഒരു പൊട്ടത്തരാണ്. യു ഡോണ്ട് ഹാവ് ടു ബി പോസിറ്റീവ് ഓൾ ദ ടൈം. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൻ്റെ റിയാക്ഷന്, നെഗറ്റീവ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആയ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഒരാളെ മുഖത്തേക്ക് പഞ്ചേണീൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജിമ്മിൽ പോയിക്കാണ്ട് ആ ദേഷ്യം തീർക്കുക, നല്ല ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊക്കെ എടുത്താണ്ട് ആ ദേഷ്യം തീർക്കുക. വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, ആ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ നെഗറ്റീവ് ഇമോഷൻസ് ഫീൽ ചെയ്യുന്നത് ഒരു ചീത്ത സംഭവം എന്നല്ല. ദാറ്റ് ഈസ് വാട്ട് മേക്സ് അസ് ഹ്യൂമൻ. അടുത്ത ബാഡ് വാല്യൂ ആണ് ആൾവേസ് ബീയിങ് റൈറ്റ്. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുകയാണ് നമുക്ക് അറിയുന്നതൊക്കെ റൈറ്റാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, നമ്മൾ എടുക്കുന്ന തീരുമാനമൊക്കെ ശരിയാണ് എപ്പോഴും എന്നുണ്ടെങ്കിൽ അവിടെ ലേണിംഗ് ഒരിക്കലും നടക്കില്ല. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അഡ്വൈസ് തരാണെങ്കിലൊക്കെ ഒരു വലിയ ആൾ എനിക്കതൊക്കെ അറിയാമെന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരു ഇൻഫർമേഷൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കില്ല. അതൊരു ചീത്ത മെട്രിക്സ് ആണ്. നമ്മളെപ്പോഴും ശരിയാണെന്ന് വിചാരിക്കുന്നത്. അധിക സമയത്തും നമ്മളെ ബ്രെയിന്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അസംഷൻസ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തെറ്റായിരിക്കും അധിക സമയത്തും. ചില കാര്യങ്ങൾ അത്ര വലിയ തെറ്റുണ്ടാവില്ല, കുറച്ചേ തെറ്റുണ്ടാവുള്ളൂ. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് നമുക്ക് കൂടുതൽ അറിയുന്ന സംഭവങ്ങൾ. ഏറ്റവും ബെറ്റർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ കാര്യങ്ങളൊന്നും അറിയില്ല, നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ അതിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം എന്ന് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ അവിടെ എന്തേ ഉള്ളൂ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് ഗുഡ് വാല്യൂസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിലൊന്ന് ഹോണസ്റ്റി. ഇപ്പോൾ നമ്മളോടാണെന്നുണ്ടെങ്കിലും നമ്മളെ പ്രശ്നങ്ങൾ എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ചെയ്യുന്ന ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ആൾക്കാരോടാണെന്നുണ്ടെങ്കിലൊക്കെ സത്യസന്ധമായിട്ട്, തുറന്നിട്ട്, ഓപ്പണായിട്ട്, ഹോണസ്റ്റായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, ഓരോപ്പോൾ ഹോണസ്റ്റായിട്ട് നിൽക്കുക. പിന്നെയാണ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ അതേഴ്സ്. അതായത് വേറെ ആൾക്കാർ നമ്മളെ ഫ്രണ്ട്സിനെയൊക്കെ ആരെങ്കിലുമൊക്കെ ചീത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, ഇവരെ കൂടെ നിൽക്കുക, ഇങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ ലോയാലിറ്റി. ഇപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ്, നമ്മൾ ബുദ്ധിമുട്ടിലൂടെ പോകുന്ന ടൈമിൽ നമ്മളെ കൂടെ നിന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓർക്ക് എന്തെങ്കിലും വരുമ്പോൾ, ഓർക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഓലെ കൂടെ നിൽക്കുക, ഓലെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, ലോയലായിട്ട് നിൽക്കുക. അതുപോലെ ക്രിയേറ്റിവിറ്റി. ആരും ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുക, സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. അതുപോലെ ഹെൽപ്പിംഗ് അതേഴ്സ് വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും വേറെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക തിരിച്ചെന്തെങ്കിലും ഹെൽപ്പ് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടേക്കാരം, അല്ലെങ്കിൽ എനിക്കെന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിലേക്കാരം എല്ലാവരും കാണാം. പക്ഷേ വി ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ് വിത്തൗട്ട് എനി സ്ട്രിങ്സ് അറ്റാച്ച്ഡ് ടു ദാറ്റ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണവർക്കായിരിക്കും ലൈഫിൽ നല്ല രീതിയിൽ ഒരുപാട് നല്ല റിലേഷൻഷിപ്പും ആൾക്കാരുടെ നല്ല ട്രസ്റ്റും ഉണ്ടാവാം. എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയണത്. ഞാൻ ഹെൽപ്പ് ചെയ്തതെന്നല്ല, എനിക്ക് അതുപോലെയുള്ള ഹെൽപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ്. നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറയുമ്പോൾ നോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഫുള്ള് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഹാപ്പിനെസ്, നമ്മളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മൂഡ് കാര്യങ്ങളൊക്കെ ഒരു ഇങ്ങനത്തെ ഓരോ വാല്യൂസിൻ്റെ ബേസിലായിരിക്കും നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവുക. ഇന്ന സംഭവം അച്ചീവ് ചെയ്ത് നമ്മൾ ഹാപ്പിയാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ബാഡ് വാല്യൂസ് ഒന്ന് നമ്മളെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് ഗുഡ് വാല്യൂസിലേക്ക് പോകുമ്പോൾ നമ്മളെ ലൈഫ് ഇമ്പ്രൂവ് ആവും. ഏത് സമയത്താണ് നിങ്ങൾ പഠിക്കുന്നതാണ് ഫ്രണ്ട്സിൻ്റെ കൂടെ വീഡിയോ ഗെയിം കളിക്കണേക്കാട്ടും ഇമ്പോർട്ടൻറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയിൽ പണിയെടുക്കണതാണ്, അല്ലെങ്കിൽ കരിയറിൽ വർക്ക് ചെയ്യണതാണ് ഏറ്റവും കൂടുതൽ പൈസ തരുന്ന ജോലി, പക്ഷേ എനിക്ക് ഇഷ്ടമല്ലാത്ത അങ്ങനത്തെ ജോലിയിൽ വർക്ക് ചെയ്യണേക്കാട്ടും നല്ലത്. ഈവൻ ദോ എൻ്റെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ചേഞ്ചിങ് വാല്യൂസ്, റൈറ്റ്. ഇനി രണ്ടാമത്തെ പോയിന്റാണ് ബിക്കം ദ ഹെൽത്തിയസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്, ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഭയങ്കര രീതിയിൽ കോറിലേറ്റ് ചെയ്ത സംഭവങ്ങളാണ്.
അപ്പോൾ ആദ്യം ഞാൻ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല്, ഫിറ്റ് ആയിട്ടുള്ള ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു അത്ലറ്റോ ഫിറ്റ്നസ് ട്രെയിനറോ ബോഡി ബിൽഡറോ ഈ ലെവലിലുള്ള നോളജ് വേണമെന്നൊന്നുമില്ല. ജസ്റ്റ് ബേസിക്സ് 3 പില്ലേഴ്സാണുള്ളത് മെയിനായിട്ട്: സ്ലീപ്പ്, ന്യൂട്രീഷൻ, ട്രെയിനിങ്. ഇതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ അറിയാം. ഡെയിലി മൂവ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബിൽഡ് എ ഡീസൻറ്റ് ബോഡി, യു ക്യാൻ ലിവ് എ ഫിറ്റ് ലൈഫ്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിന്. ഞാൻ ഫുൾ ഡീറ്റെയിൽസിലേക്ക് പോകണില്ല, പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. പിന്നോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റുകളിൽ നമ്മൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളിൽ എക്സസൈസിന് 10ൽ എത്ര മാർക്ക് കൊടുക്കും ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ആൾവേസ് ടെൽ ഇറ്റ് ഈസ് 10 ഔട്ട് ഓഫ് 10. പക്ഷേ പല ആൾക്കാർക്കും ചില മിസ്കൺസെപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ബിക്കോസ് യു ഗോ ടു ദ ജിം, നിങ്ങൾ ജിമ്മിക്ക് പോയി എന്ന് കരുതി, അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ റൺ ചെയ്യാൻ തുടങ്ങി എന്ന് കരുതി നിങ്ങൾ ലൈഫിൽ സക്സസ് ആവുമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ജിമ്മിക്ക് പോയി അല്ലെങ്കിൽ സൈക്കിൾ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അതിൽ നിന്ന് ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ പഠിക്കാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിലേയ്ഡ് ഗ്രാറ്റിഫിക്കേഷൻ, ഡിസിപ്ലിൻ, അതുപോലെ ടെംപ്റ്റേഷൻസ്, ക്രേവിങ്സ്, സംഭവങ്ങൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം, ഹൗ ടു പുഷ് യുവർ സെൽഫ് വെൻ തിങ്സ് ഗെറ്റ് ഹാർഡ്, അതായത് ബുദ്ധിമുട്ട് വരുമ്പോൾ നിർത്തുന്നതിൻ്റെ പകരം ആ സംഭവം ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നിർത്തുക, ബുദ്ധിമുട്ടിലൂടെ എന്താ പറയുക പെർസിസ്റ്റ് ചെയ്ത് കണ്ട് എന്നുള്ള സംഭവങ്ങൾ പഠിക്കുക. അതുപോലെ പ്രോഗ്രസീവ് ഓവർലോഡിൻ്റെ പവർ, അതായത് ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുമ്പോൾ അറ്റ് ദാറ്റ് മൊമെൻറ്റ് നമ്മൾ ആ ചെയ്യുന്ന ടൈമിൽ അത് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയി തോന്നില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് ബാക്കിലേക്ക് നോക്കുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക എത്രത്തോളം മാറ്റം നമുക്ക് വന്നു എന്നുള്ളത്. ഈ സംഭവങ്ങളൊക്കെ പഠിക്കാൻ വർക്കൗട്ട് ഈസ് എ ഗ്രേറ്റ് ഓപ്ഷൻ. അപ്പോൾ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഭയങ്കര രീതിയിൽ കോറിലേറ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫിസിക്കൽ ഹെൽത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു ബൂസ്റ്ററാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ പകരം അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. I think the most interesting finding of the last decade in all of science, and this is that your muscles are basically an endocrine organ that secrete hormones into your bloodstream that affect every system of your body. Your muscles, they secrete chemicals and proteins when you exercise that are also really good for your brain health. And one of the first papers, almost 10 years ago, that was published explaining that when you contract your muscles, they literally secrete these proteins into your bloodstream that make you resilient to stress and can protect you from depression. The scientists called them hope molecules. This idea that literally your muscles are manufacturing like antidepressant molecules, and the only way to get them into your bloodstream where they can then travel to your brain is you have to contract your muscles. Like, that's it. But your muscles it's like a pharmacy in your muscles, and anything you do that contracts them, walking, hiking, running, dancing, weightlifting, like swimming, anything, you are going to be dumping hope molecules into your bloodstream that when they get to your brain, they work as an antidepressant, and they also help people recover from trauma. Like that's like a miracle. എല്ലാവരും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കും, പക്ഷേ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഫിസിക്കൽ എക്സസൈസ് അല്ലാതെ കുറച്ച് സംഭവങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ പല കാര്യങ്ങളും റീസെൻ്റ് ആയിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അതിലൊന്ന് സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ്. യെസ്, റിയലി സ്പെൻഡ് ടൈം വിത്ത് യുവർ ഫ്രണ്ട്സ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ ഈ ഓൺലൈനിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളെല്ലാ ലൈഫും നമ്മളെ വർക്ക് ആണെന്നുണ്ടെങ്കിൽ എല്ലാം നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഒരു റിമോട്ട് രീതിയിലേക്ക് നമ്മളൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതുപോലെ എല്ലാം ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ലോൺലിയർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഹ്യൂമൻസ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, സോഷ്യൽ ബീയിങ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഹ്യൂമൻ കണക്ഷൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഫുള്ളി ലോൺലി ലൈഫാണ് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ അത് നല്ല രീതിയിൽ നെഗറ്റീവ്ലി അത് അഫക്റ്റ് ചെയ്യും. സോ മേക്ക് ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. കുറച്ച് ഗോസിപ്പ് ചെയ്യാനും കുറച്ച് കുറ്റങ്ങൾ പറയാനൊക്കെ എന്ത് ചെയ്യാം, സമയം കണ്ടെത്തുക. രണ്ടാമതാണ് ട്രാവൽ. ഇതുവരെ പോവാത്ത സ്ഥലങ്ങൾ, പുതിയ കൾച്ചർ, പുതിയ ഫുഡ്, പുതിയ പീപ്പിൾ, ഇങ്ങനത്തെ സംഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ട്രാവൽ ചെയ്യാൻ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിരുന്ന ഒരു എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അടുത്ത് വലിയ പൈസ അല്ല, എനിക്ക് ടൈമില്ല എന്നൊക്കെയാണ്. പക്ഷേ ആക്ച്വലി മാസത്തിൽ ഒരു ദിവസമോ 2 ദിവസമൊക്കെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 500 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റ്, ബസ് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കാണാത്ത പല സ്ഥലങ്ങൾ നമുക്ക് കണ്ടുവരാം. സോ ആക്ച്വലി അത് പൈസ ഇല്ലാത്തതുകൊണ്ടോ സമയം ഇല്ലാത്തതുകൊണ്ടോ അല്ല, നമ്മളതിന് എഫേർട്ട് ഇടാത്തതുകൊണ്ടാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു, ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ഇനി മൂന്നാമതാണ് ഡു തിങ്സ് ദാറ്റ് സ്കെയർസ് യു ബട്ട് ദാറ്റ് ആർ ഗുഡ് ഫോർ യു. നിങ്ങൾ എപ്പോഴും തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്ന ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. കുറേ കാലമായിട്ട് കണ്ടൻറ്റ് ഇടണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ പേടിയാണ് ബാക്കിയുള്ളവർ എന്ത് ജഡ്ജ് ചെയ്യും എന്നുള്ളത്. ആ കണ്ടൻറ്റ് പോസ്റ്റ് ചെയ്യാം. ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം, വെബ്സൈറ്റ് കോഡിങ് കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കുക. ഇങ്ങനെ ലൈഫിൽ നമ്മൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി തരും, പക്ഷെ നമുക്ക് ചെയ്യാൻ പേടിയുള്ള സംഭവം ഉണ്ടല്ലോ, അത് ചെയ്യാം. ആ പേടിനെ കൺഫ്രണ്ട് ചെയ്യാം.
It is actually great for your mental health. If it scares you and it helps you to grow, do it. ഇനി അടുത്തത് നാലാമത്തത്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ്. നമ്മളിങ്ങനെ പുതിയ ഗോൾസുകളൊക്കെ സെറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ചേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓൾറെഡി നമ്മളെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സുകളെ നമ്മൾ മിസ് ഔട്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് നല്ല ഫുഡ് കിട്ടുന്നുണ്ടാവും, നല്ല വസ്ത്രങ്ങളുണ്ടാവും, നല്ല വെള്ളം ഉണ്ടാവും കുടിക്കാൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത പല ആൾക്കാരും ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അങ്ങനെ പല ബ്ലെസ്സിങ്സ് നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മളെടുത്ത് ഉള്ള അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അക്കോംപ്ലിഷ് ചെയ്ത സംഭവങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക, എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക. അതിന് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി ഒരു 3, 4, 5 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നിങ്ങളെ ബ്ലെസ്സിങ്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ ജേർണൽ ചെയ്യുക. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ എന്നൊക്കെ പറഞ്ഞാണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പല അവസ്ഥയിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും എന്ത്, ഞാൻ ഭയങ്കര ലക്കിയാണ്, എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ആൻഡ് ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ യു മെൻ്റൽ ഹെൽത്ത്. അടുത്ത ലാസ്റ്റ് വൺ, ഗെറ്റ് ക്ലോസർ ടു ഗോഡ്. ഏതാണോ നിങ്ങളെ മതം, ഏതാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, ഡസൻറ്റ് മാറ്റർ, ഗെറ്റ് ക്ലോസർ ടു യുവർ ഗോഡ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നോക്കുകയാണെങ്കിൽ ഈ സ്പിരിച്വലി ഭയങ്കര രീതിയിൽ ഗ്രൗണ്ടറൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദേ ആർ മോർ മെൻ്റലി സ്റ്റേബിൾ. നമ്മളെ പോലെ എപ്പോഴും ഭയങ്കര നമ്മളെ സാധാ ആൾക്കാരെ പോലെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്ത രീതിയിലുള്ള ആൾക്കാരൊന്നുമല്ല. ദേ ആർ ലിവിങ് എ മോർ പീസ്ഫുൾ ആൻഡ് മോർ ഫുൾഫില്ലിങ് ലൈഫ്. സോ അങ്ങനെ എന്തോ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. അതെന്താണെന്നറിയില്ല. ദ മോർ യു കണക്റ്റഡ് ടു യുവർ ഗോഡ്, ദ മോർ മെൻ്റലി അൺഷേക്കബിൾ യു ബിക്കം. ഓക്കെ, സോ 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു, ചേഞ്ചിങ് വാല്യൂസും അതുപോലെ ബിക്കം ദ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഇനി മൂന്നാമത്താണ്, ക്രിയേറ്റ് മോർ ദാൻ യു കൺസ്യൂം. ഒരു ആവറേജ് ആൾ ഒരു ദിവസം എത്രത്തോളം കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയും. അത് യൂസ്ഫുൾ ആണെങ്കിലും യൂസ്ഫുൾ അല്ലെങ്കിലും 3 to 5 hours എ ഡേ. അതായത് ഒരു ആഴ്ച നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 തൊട്ട് 30 മണിക്കൂറിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ ആവറേജ് ആൾക്കാർ എത്രത്തോളം സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയോ? 30 മിനിറ്റ് മുതൽ ഒരു 3 മണിക്കൂർ വരെ ഒരാഴ്ചയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അല്ലെ ക്രിയേഷൻ ടു കൺസംഷൻ റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും കാര്യമായിട്ട് പറയുന്നത് ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1:15 വരുന്നത്. ഡു യു നോ ഇൻ ലൈഫ് ഹു മേക്സ് മോർ മണി, ഹു ഹാസ് ദ മോർ ഫുൾഫില്ലിംഗ് ലൈഫ്, ഹു ഈസ് മോർ സക്സസ്ഫുൾ? ക്രിയേറ്റേഴ്സ്. ആൾക്കാർക്ക് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇത് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നല്ല, എനിത്തിങ്. ഫുഡ് ആവാം, ക്ലോത്ത് ആവാം, മെഷീൻസ് ആവാം, കാർസ് ആവാം, ബൈക്സ് ആവാം, സർവീസ് ആവാം, എനിത്തിങ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്ന ആൾക്കാർ. അല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത് മിസറബിൾ ലൈഫാണ് ജീവിക്കുന്നത്. ഈവൻ എഡ്യൂക്കേഷണൽ കണ്ടന്റുകളാണെങ്കിൽ പോലും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, ബുക്കുകൾ ഇങ്ങനെ റീഡ് ചെയ്യാണ്, ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പകരം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആൾസോ അനദർ ഫോം ഓഫ് പ്രോക്രാസ്റ്റിനേഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ബ്രിങ് ദ കൺസംഷൻ റേഷ്യോ ഡൗൺ ആൻഡ് ബ്രിങ് ദ ക്രിയേഷൻ റേഷ്യോ അപ്പ്. കൺസംഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് വരണം. ഞാൻ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ക്യാപ് കട്ടിൽ എഡിറ്റ് ചെയ്യാൻ ആദ്യമായിട്ട് പഠിക്കുകയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു വീഡിയോ അതിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വേറൊരു വീഡിയോ പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഈ വീഡിയോ 2 വീഡിയോയും കാണണം. പ്ലേ ചെയ്യുമ്പോൾ ഒരു വീഡിയോ കുറച്ച് തെളിഞ്ഞ് കാണുന്ന രീതിയിൽ അടിയത്തെ വീഡിയോ അതിലൂടെ കാണണം. ഒരു മെമ്മറിയൊക്കെ ഇങ്ങനെ വരില്ലേ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ, നമ്മൾ ആലോചിക്കുന്ന വീഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ ആ മെമ്മറി ഇങ്ങനെ പാസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു സംഭവമാണ് നിങ്ങൾ വിചാരിക്കണം, അങ്ങനെ ഒരു എഡിറ്റ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളത് ആദ്യം ചെയ്യാൻ നോക്കി, ഫെയിലായി. പിന്നെ നിങ്ങൾ യൂട്യൂബ് എടുത്താണ്ട് സെർച്ച് ചെയ്ത് നോക്കി, പല ടേം സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ അവസാനം നിങ്ങൾ കണ്ടുപിടിച്ചത് ഒരു വീഡിയോൻ്റെ മുകളിൽ കൂടെ വേറൊരു വീഡിയോ വെക്കുന്നത് ഓവർലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാപ് കട്ടിൽ പോയി അത് ചെയ്തു, ഓക്കെ, അത് ഡൺ. ഇനി അടുത്തത് അടിയത്തെ വീഡിയോ അതിൻ്റെ ഉള്ളിലൂടെ കാണണം. അതിന് നിങ്ങൾ കുറേ ട്രൈ ചെയ്ത് നോക്കി, കഴിയണില്ല. അപ്പോൾ നിങ്ങൾ വീണ്ടും യൂട്യൂബിൽ നോക്കി അതെങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ടു എന്ത്, ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഒപ്പാസിറ്റി കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, അടിയത്തെ വീഡിയോ തെളിഞ്ഞ് കാണും, അതിലൂടെ തെളിഞ്ഞ് കാണുന്നുള്ളത്. അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ ഈ ലേണിംഗ് എന്ന് പറയുന്നത് ആക്റ്റീവാണ്. നമ്മൾ വെറുതെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യല്ല, ഇത് ആക്ഷൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആവണം കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ഡൗട്ട് ഉണ്ടാവും, എന്ത് ക്രിയേറ്റ് ചെയ്യുക, ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത്. എനിത്തിങ്. നിങ്ങൾക്ക് കഥ എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ, ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ, എന്താണെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് തിങ്സ്, സെറ്റ് ദ ബാർ വെരി ലോ. ഒരിക്കലും നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളിപ്പോൾ ലോകം മാറ്റി മറക്കും, നമ്മളിത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലോകാത്ഭുതങ്ങളാക്കും എന്നൊക്കെയുള്ള രീതിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡാണ് വെക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് തന്നെ എന്തായാലും നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ നമ്മളതിൽ പൊട്ടത്തരം കുറേ കാണിക്കും, കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, നമ്മൾ ഫെയിലാവും. കുറേ ഫെയിലാവുക പറഞ്ഞാൽ നമ്മൾ ഗിവ് അപ്പ് ചെയ്താലേ ഫെയിലാവുള്ളൂ. പക്ഷേ കുറേ എന്തുണ്ടാവും, ചെറിയ ഫെയിലറുകൾ ഉണ്ടാവും. അതതിൻ്റെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നമ്മൾ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന രീതിയിലൊക്കെ ആവണം എന്ന് വിചാരിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാൻ തന്നെ വിചാരിക്കുകയാണ് എന്ത്, ഒരു മാസം കൊണ്ട് എനിക്ക് 1 million സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുകയാണ്, ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറേ എക്സ്പീരിയൻസ് ആയിട്ടല്ല ഞാൻ വിചാരിക്കുന്നത്, യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസം എന്തായാലും ഞാൻ കുറേ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കും. അപ്പോൾ അത് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യും, നമ്മൾ ഇല്ലാതാക്കുകയാണ്. നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആവും, ടെൻഷനാവും, ഇത് അച്ചീവ് ചെയ്യാൻ പറ്റൂലേ എന്ന് ഭയങ്കര ഡൗട്ട് വരും, സെൽഫ് ഡൗട്ട് വരും. അപ്പോൾ അതൊക്കെ വരാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, കീപ് ദ ബാർ വെരി ലോ.
നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുപ്പിഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒന്നും വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാതെ. നിങ്ങൾ ആലോചിച്ച് ജിമ്മിൽ പോയി കണ്ട് 3 മാസം കൊണ്ടിട്ട് ബോഡി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യും എന്ന് വിചാരിക്കുന്ന ആളാണോ? ഞാൻ ജിമ്മിക്ക് പോവുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യണില്ല, ഇതിൻ്റെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ള രീതിയിൽ 3 to 5 വർഷമൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളാണോ കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക? മറ്റേ ആൾ ഒറ്റയടിക്ക് ക്വിറ്റ് ചെയ്തിട്ടുണ്ടാവും ഒരു 3-4 മാസം കഴിഞ്ഞ് റിസൾട്ട് കാണാത്തപ്പോൾ. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ പാഷൻ എന്ത് ചെയ്യില്ല, കൺസ്യൂം ചെയ്താണ്ട് കുറേ സംഭവങ്ങൾ കൺസ്യൂം ചെയ്താണ്ട് കണ്ടുപിടിക്കില്ല. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കുക, പാഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇതൊക്കെ ശരിക്കും നമ്മൾ പല സാധനങ്ങളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് വെബ്സൈറ്റ്, വീഡിയോസ്, അല്ലെങ്കിൽ പുതിയ സ്കില്ല്, ഡ്രോയിങ് എന്താണെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിലേതാണ് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക. സോ സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് മോർ ദാൻ യു കൺസ്യൂം. സോ നമ്മൾ 3 മെയിൻ പോയിന്റ് പറഞ്ഞു. ഇനി 4ാമത്താണ് ഡിസൈഡ് വാട്ട് പെയിൻ യു ആർ വില്ലിങ് ടു ടോളറേറ്റ് ഇൻ യുവർ ലൈഫ്. പെയിന്, പ്രോബ്ലംസ്, സ്ട്രഗിൾസ് എന്നൊക്കെ പറയുന്നത് ലൈഫിൽ കോൺസ്റ്റൻ്റ് ആണ്. അത് ഒരിക്കലും ലൈഫിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം, ഒരു സംഭവം ചെയ്യാൻ അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യണം, പ്രോബ്ലങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് പക്ഷേ ആ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്, അങ്ങനെ പ്രോബ്ലങ്ങൾ അവോയ്ഡ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ യു കൻ എൻഡ് അപ്പ് റിയലി 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 മിസറബിൾ. ഹാപ്പിനെസ് എവിടെ നിന്ന് വരികയെന്നറിയോ? ഹാപ്പിനെസ് കംസ് ഫ്രം ആക്ഷൻ, ഹാപ്പിനെസ് കംസ് ഫ്രം സോൾവിങ് പ്രോബ്ലംസ്. അപ്പോൾ ശരിക്കും നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരിക്കലും എങ്ങനെ പ്രോബ്ലം ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുക എന്നല്ല, പകരം ഏത് പ്രോബ്ലംസ് ആണ് ഐ എൻജോയ് ഹാവിങ് ആൻഡ് എൻജോയ് സോൾവിങ്, ഏത് പ്രോബ്ലംസ് ആണ് അത് ടോളറേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അത് ടോളറേറ്റ് ചെയ്യണില്ല, അതിൻ്റെ പെയിന് ടോളറേറ്റ് ചെയ്യണില്ല, എനിക്ക് പ്രശ്നമില്ലാത്ത പ്രോബ്ലംസ് എന്ന് ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മളെ ലൈഫ് ബെറ്റർ ആവുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഞാനിപ്പോൾ രാവിലെ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഇരുന്നാണ്ട് ന്യൂസ് ലെറ്റർ റൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ന്യൂസ് ലെറ്റർ ഞാൻ എന്ത് ചെയ്യും, ഓരോ ദിവസവും കുറച്ച് എഴുതിയിട്ട് നല്ല ചിന്തിച്ച് ഇങ്ങനെ ആലോചിച്ച് എഴുതി വീക്ക്ലി വൺസ് ഔട്ട്ലേഴ്സ് മൺഡേ എന്നുള്ളതിൻ്റെ ന്യൂസ് ലെറ്റർ ഉണ്ട്, അത് ജോയിൻ ചെയ്തവർക്ക് അറിയുണ്ടാവും. ഞാൻ ഇമെയിലിൽ സെൻഡ് ചെയ്യും എല്ലാവർക്കും, അത് സബ്സ്ക്രൈബ് ചെയ്തവർക്ക്. അപ്പോൾ ആ ഒരു ന്യൂസ് ലെറ്ററാണ് പിന്നീട് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ യൂട്യൂബ് സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ രാവിലെ ഇരുന്നാണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ റൈറ്റ് ചെയ്യുക എന്നുള്ളത് ഐ എൻജോയ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് അവിടെ എന്താ പ്രശ്നമുള്ളതെന്നുള്ളത്. പ്രശ്നം എന്താ വെച്ചാൽ ദ റൈറ്റിംഗ് ഈസ് ഇറ്റ് സെൽഫ് എ പ്രോബ്ലം. ഈവൻ ദോ ഐ എൻജോയ് ഇറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് ഈസ് ഈസി. രാവിലെ ഇരുന്ന് ആലോചിച്ച് 2 മണിക്കൂർ ഇരുന്നാണ്ട് കോൺസെൻട്രേറ്റ് ചെയ്താണ്ട് ഇങ്ങനെ എഴുതുക എന്നുള്ളത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് മെൻ്റലി. ഫിസിക്കലി അല്ല, പക്ഷേ മെൻ്റലി ഭയങ്കര ചലഞ്ചിങ് ആണ്. ഒരുപാട് കാലറി ബേൺ ചെയ്യണം, ഒരുപാട് ചിന്തിക്കണം, ഒരുപാട് റിസർച്ച് ചെയ്യണം, ഇങ്ങനത്തെ സംഭവങ്ങൾ. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഹാർഡാണ്, കുറച്ച് അൺകംഫർട്ടബിൾ ആണ്, ബട്ട് സ്റ്റിൽ ഐ എൻജോയ് ദ പെയിൻ. ഒരു വേറെ രീതിയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആലോചിക്കാം, ഏത് പ്രോബ്ലം ആണ് നിങ്ങൾ എൻജോയ് ഹാവിങ്, എൻജോയ് സോൾവിങ്ങിൻ്റെ പകരം വിച്ച് പെയിൻ ഡു യു വാണ്ട് ടു ടോളറേറ്റ് ഇൻ യുവർ ലൈഫ്, അങ്ങനെ ആലോചിക്കാം. പിന്നെ സംബന്ധിച്ച് ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ ഉണ്ടല്ലോ, എന്തായാലും വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും, നമുക്ക് ചില ദിവസം നമുക്ക് പോകാനൊന്നും തോന്നില്ല. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന പെയിന് ടോളറേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് പ്രശ്നമല്ല ദാൻ നമ്മൾ വർക്കൗട്ടൊന്നും ചെയ്യാതെ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഫാറ്റായി, എനിക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ ഉണ്ടായി, എനിക്ക് സ്ട്രെങ്ത് ഒന്നും ഇല്ലാതെ അങ്ങനെ ജീവിക്കുന്ന ഒരു ലൈഫിൻ്റെ പെയിന് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനേക്കാൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റും ഏത് പെയിൻ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഡെയിലി ജിമ്മിൽ പോകുന്നതും കുറച്ച് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെ അൺഹെൽത്തി ഫുഡുകളൊക്കെ കട്ട് ചെയ്യുന്ന പെയിനുകൾ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ജോബിൽ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു ജോബിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ ഈ ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല, നിങ്ങൾ ഹെയ്റ്റ് ചെയ്യുന്ന സംഭവമാണ്, നിങ്ങളായിട്ട് ഒരു ബന്ധമില്ലാത്ത കരിയറാണ്, പക്ഷെ ഇത് നല്ല രീതിയിൽ പേ ചെയ്യുന്നുണ്ട്, പൈസ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. 2ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്, നല്ല സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ്, പക്ഷേ പൈസ വല്ലാതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അറ്റ് ദ ഏർലി സ്റ്റേജുകളിൽ. കുറച്ച് കത്തി കഴിഞ്ഞാൽ പൈസ കൂടുതൽ ഉണ്ടാക്കാം. അപ്പോൾ അവിടെ 2ഉം പ്രോബ്ലംസ് ആണ് ആക്ച്വലി. 1ാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, 1ാമത്തെ ഓപ്ഷനിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പൈസ നല്ല ഉണ്ടെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. 2ാമത്തെ സിറ്റുവേഷനിലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, പൈസ ഉണ്ടാവില്ല. അപ്പോൾ ഇതിൽ ഏത് പ്രോബ്ലം ആണ് നിങ്ങൾ ടോളറേറ്റ് ചെയ്യാൻ തയ്യാറ്, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ ഈ ജോബ് ക്വിറ്റ് ചെയ്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചൂസ് ചെയ്ത പ്രോബ്ലം എന്ന് പറയുന്നത് പൈസ കൂടുതലുണ്ടായാലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ള പ്രോബ്ലം നിങ്ങൾ ഒഴിവാക്കിയിട്ട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പൈസ കുറവായാലും കുഴപ്പമില്ല എന്നുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ചൂസ് ചെയ്ത്. ഇതൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ ഒരിക്കലും എപ്പോഴും ഏറ്റവും പ്ലഷറബിൾ ആയിട്ടുള്ള, ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള സംഭവങ്ങളാവണമെന്നില്ല. ഇപ്പോൾ നമ്മളെ ഗ്രാൻഡ് പാരൻസിനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓലൊക്കെ നമുക്ക് പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകളൊക്കെ ലൈഫിൽ അധികം എന്തായിരിക്കും, ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസും പെയിനും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടന്നു പോയിട്ട് നമ്മൾ ഓരോ സംഭവങ്ങൾ അക്കംപ്ലിഷ് ചെയ്തായിരിക്കും. ആ ഒരു സമയത്ത് അത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിലും കുറേ കാലം കഴിഞ്ഞാണ്ട് അതിലേക്ക് നോക്കുമ്പോൾ അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ CA ജേണിയിൽ ഞാൻ CA ഫൗണ്ടേഷൻ, CA ഇൻ്ററിലൊക്കെ സ്റ്റേജിൽ കയറി സമ്മാനം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയ്ക്ക് വരുന്നത് ആ സ്ലീപ്ലെസ് നൈറ്റുകൾ, കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, ആ സ്ട്രെസ്സ്, ആ എന്താ പറയുക ഒരുപാട് സോഷ്യൽ മീഡിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്
ഫുള്ള് ഗ്രൈൻഡ് എന്നുള്ള മോഡിൽ നിൽക്കുന്നത്. ഈ സംഭവങ്ങൾ, ഈ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ്. സോ ദ ഗ്രേറ്റസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ അവർ ലൈഫ് ഡസൻ ഹാവ് ടു ബി ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഇൻ അവർ ലൈഫ്. ലാസ്റ്റ് മെയിൻ പോയിന്റ്, അഞ്ചാമത്താണ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങളിപ്പോൾ ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷൻ, ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ആരാ റെസ്പോൺസിബിൾ? നിങ്ങളെ പാരൻസോ സൊസൈറ്റിയോ ഗവൺമെൻറ്റോ ഒന്നുമല്ല, നിങ്ങൾ തന്നെയാണ്. പല ആൾക്കാർക്കൊരു എന്താ പറയുക ചിന്ത ഉണ്ട്, റെസ്പോൺസിബിലിറ്റിയും ഫോൾട്ടും ഒന്നാണെന്നൊരു ചിന്ത ഉണ്ട്. അതായത് അധിക സമയത്ത് ഇത് ഒരുമിച്ചാണ് വരിക എന്നുണ്ടെങ്കിൽ പോലും ഇത് രണ്ടും സെയിം അല്ല. ഇപ്പോൾ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെടുത്ത് തെറ്റ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോൾട്ട് നമ്മളെടുത്താണ്, പിന്നെ അത് നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മളെടുത്താണ്. എന്നാൽ അതേസമയം നിങ്ങൾ വീട്ടിലൊരു കള്ളം കയറി, ഒരു റോബറി നടന്നു, അവിടെ ഫോൾട്ട് നിങ്ങളെടുത്താവില്ല, തെറ്റ് നിങ്ങളെടുത്താവില്ല, കള്ളനാണ് തെറ്റ് ചെയ്ത്. ബട്ട് സ്റ്റിൽ അവിടുന്ന് വരുന്ന ലീഗൽ കോൺസിക്വൻസീസ്, ഇമോഷണൽ പെയിന്, ഫിസിയോളജിക്കൽ പെയിന്, സൈക്കോളജിക്കൽ പെയിൻ, എന്തൊക്കെ പെയിൻ വരും, എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതൊക്കെ നിങ്ങളെ തലയിൽ തന്നെയാണ്. അതൊക്കെ ഡീൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരെടുത്താണ്? നിങ്ങളെടുത്ത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ഒരുപാട് ഫോൾട്ടുകൾ ചെയ്തിട്ടുണ്ടാവും നിങ്ങളോട്. പക്ഷേ നിങ്ങൾ അതുകൊണ്ട് അൺഹാപ്പി ആവുന്നത്, ആ ചോയ്സ് നിങ്ങളെടുത്ത് തന്നെയാണ്. അൺഹാപ്പി ആവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. യു ചൂസ് ടു ബി അൺഹാപ്പി. കാരണം എന്താ വെച്ചാൽ എന്തൊരു സംഭവം ഈ ലോകത്ത് നടന്നു കഴിഞ്ഞാലും അതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ 2 വീലർ ഓടിക്കുന്ന ഇടയിൽ ഒരു ലോറി വന്നിട്ട് എന്ത് ചെയ്തു, ഈ 2 വണ്ടിയും കൂടി ആക്സിഡൻ്റ് ആയി. അപ്പോൾ ആ ആക്സിഡൻറ്റിന് ശേഷം ഇയാൾ രക്ഷപ്പെട്ടു, ഈ ബൈക്കിലുണ്ടായിരുന്ന ഡ്രൈവർ രക്ഷപ്പെട്ടു. പക്ഷെ ആ ബൈക്ക് ആ ലോറിൻ്റെ അടിയിൽ നിന്നാണ്ട് ക്രഷായി. അപ്പോൾ അത് തെറ്റ് ആരുടെ അടുത്താവാം? ഇപ്പോൾ ഈ ബൈക്കുകാരൻ്റെ അടുത്തല്ല, ഈ ഒരു ഭാഗത്ത് ലോറിക്കാരൻ്റെ അടുത്താണ് തെറ്റെന്ന് വിചാരിക്കും. അയാൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി, അല്ലെങ്കിൽ അയാൾ എന്തോ കെയർലെസ് ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ തെറ്റ് അയാളെ ഭാഗത്തല്ല. അപ്പോൾ ഈ ബൈക്കുകാരനെ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാൻ പറ്റും? 2 രീതിയിൽ ചിന്തിക്കാൻ പറ്റും. ഒന്ന്, ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിയ എൻ്റെ ബൈക്ക് ആകെ നാശമായി, ഇനി ഇത് നന്നാക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ ചിലവാക്കേണ്ടി വരും, ഞാൻ എവിടുന്നാണ് ഈ പൈസ ഒക്കെ ഉണ്ടാക്കുക, എൻ്റെ ലൈഫ് ആകെ കുടുങ്ങിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ബൈക്കിന് സംഭവിച്ചതാണ് എനിക്ക് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാവില്ല, സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് എന്നുള്ള രീതിയിലായിട്ട് ചിന്തിക്കാം. സോ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് നമ്മളടുത്ത് തന്നെയാണ്. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ വാല്യൂസ് ഉണ്ടല്ലോ, നമ്മളെ ലൈഫിൻ്റെ ഹാപ്പിനെസ്സും സക്സസ്സും ഒക്കെ തീരുമാനിക്കുന്നത്. അതേപോലെ ഒരു സംഭവം തന്നെയാണ് ഇത്. നമ്മളെ ഓരോ സംഭവം നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ ഏത് മെട്രിക്സിനനുസരിച്ചാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് അതിനെ നമ്മളെ പെർസീവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും നമ്മളെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. നമ്മളെ ലൈഫിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക, ആൾക്കാരെ മേത്തേക്ക് സിറ്റുവേഷൻസിലൊക്കെ ബ്ലെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൻ്റെ കാരണമാണ്, അതിൻ്റെ പാരൻസിൻ്റെ കാരണമാണ്, എൻ്റെ ടീച്ചർ അങ്ങനെ കാട്ടി, ഓൻ അങ്ങനെ കാട്ടി, ഇങ്ങനെ കാട്ടി, ഞാനൊന്നിനും ഉത്തരവാദി അല്ല എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി അവിടെ റെസ്പോൺസിബിലിറ്റിന്ന് എന്ത് ചെയ്യാണ്, അതിന് റെസ്പോണ്ട് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ എസ്കേപ്പ് ചെയ്യാണ്. അത് ടെമ്പറലി നമുക്ക് ഭയങ്കര മെൻ്റലി സാറ്റിസ്ഫൈയിങ് ആയി തോന്നും. നമ്മളെ തെറ്റുകൊണ്ടല്ല, ബാക്കിയുള്ള തെറ്റുകൊണ്ടാണ്, അപ്പോൾ ഓല മേത്തേക്കാണ്, ഓല് കാരണമാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടുമ്പോൾ. പക്ഷേ അണ്ടിൽ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ ലൈഫ്, ഫോർ യുവർ ഓൺ സിറ്റുവേഷൻ, ഫോർ യുവർ ഓൺ ഹാപ്പിനെസ്, യുവർ ലൈഫ് വോണ്ട് ഇംപ്രൂവ്. ഇപ്പോൾ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞു കേട്ടിരിക്കണം, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഓരോ ഇന്ന സംഭവങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവും, ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്, ഇന്ത്യയിൽ ജനിച്ചു പോയി, എനിക്ക് ജെനറ്റിക്സ് ഇല്ല, എൻ്റെ പാരൻസ് ഇന്നെ ഇങ്ങോട്ട് വിടൂല അങ്ങോട്ട് വിടൂല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ് റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഒക്കെ ഉള്ള ഓപ്ഷനാണ്. ഇപ്പോൾ ഒരു തേങ്ങയില്ല, ഒരു ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ആൾ അപ് ടു യു. അത് ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ എന്ത് ചെയ്യില്ല, വയ്യ, അതിനുള്ള മെനക്കരുത്തില്ല. അതാണ് എനിക്ക് അതിന് മനസ്സിലാവുന്നത്. ഇഫ് യു വാണ്ട് ഹൈ ക്വാളിറ്റി ലൈഫ്, സ്റ്റാർട്ട് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. സോ അതാണ് എനിക്ക് മെയിനായിട്ട് ഇതിൽ പറഞ്ഞു തരാനുള്ള പോയിന്റുകൾ. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് നല്ല രീതിയിൽ പോസിറ്റീവ്ലി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് എന്തുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നത്, ജനുവരി 1-ാം തീയതി ഇടുന്നതിൻ്റെ പകരം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഡിസംബർ ഈസ് ദ മന്ത് ദാറ്റ് യു ഷുഡ് ലോക്ക് ഇൻ. ഇറ്റ് ഈസ് ദ മന്ത് ദാറ്റ് വിൽ ഡിസൈഡ് ഹൗ 2026 വിൽ ബി. അധികം ആൾക്കാർ എന്ത് ചെയ്യും, ജനുവരി അല്ലെങ്കിൽ ന്യൂ ഇയറിനൊക്കെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഓലെ എന്ത് തീരുമാനിക്കും, ഡിസംബറിലൊക്കെ ഞാൻ മാക്സിമം എൻജോയ് ചെയ്താണ്ട് ഞാനൊരു പുതിയ വേർഷൻ ആവും ജനുവരി 1-ാം തീയതി, ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങും, ഞാൻ റീഡ് ചെയ്യാൻ തുടങ്ങും, ഞാൻ അതാവും ഇതാവും നല്ല സംഭവമായതുകൊണ്ട് കുറേ ആൾക്കാരോട് പറയണത്, കുറേ ആൾക്കാർ എന്നോട് പറയണത് ഞാൻ കേട്ടിരിക്കണം. പക്ഷേ സത്യാവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ബെറ്റർ ആവും എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ സക്സസ് ആവും എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരിക്കലും ജനുവരി 1-ാം തീയതിയോ അല്ലെങ്കിൽ ന്യൂ ഇയറോ അല്ല. ഇറ്റ്സ് ഹൗ യു ക്യാൻ ടേക്ക് ആക്ഷൻ റൈറ്റ് നൗ ദിസ് ടൈം. അതായത് ഇപ്പോൾ ഇത്രയും കാലങ്ങൾ നിങ്ങളെ പാസ്റ്റാണ്, ഈ ഡിസംബർ വരെയുള്ള സംഭവങ്ങൾ. ഇനി അവിടുന്ന് ജനുവരി 1-ാം തീയതി ഉള്ളത് നിങ്ങളെ ഫ്യൂച്ചറാണ്. അപ്പോൾ ആ ഒരു ഫ്യൂച്ചർ നല്ല രീതിയിൽ ആവണമെന്നുണ്ടെങ്കിൽ ഈ പാസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ ആക്ഷൻ എടുത്ത് തുടങ്ങിയാൽ ഇതിനനുസരിച്ചുള്ള എന്താ പറയുക, ആ ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് അവിടുന്ന് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക. അപ്പോൾ ഞാൻ മാക്സിമം ഫാസ്റ്റ് ഫുഡ് കഴിക്കുക, മാക്സിമം പാർട്ടി ചെയ്യുക, അത് ആൽക്കോൾ ഡ്രഗ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താണ്ട് മാക്സിമം എൻജോയ് ചെയ്യുക. എന്നിട്ട് ജനുവരി നന്നാവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്കി തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അതിലൂടെ ഇങ്ങനെ ഫ്ലഡ് ആവുക. അപ്പോൾ അടുത്തൊരു കൊല്ലം ഇതേപോലെ വേസ്റ്റ് ആവും. ലൈഫ്
ശരിക്കും ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ടൈമിന് വേണ്ടി ലൈഫ് ഈസി ആയിട്ട് തുടങ്ങാം, അത് വന്നിട്ട് തുടങ്ങാം, ഇത് വന്നിട്ട് തുടങ്ങാം, ജനുവരി തുടങ്ങാം എന്നൊന്നും പറയാണ്ട് കാത്തുക്കൂല. They will start as soon as they can. You don't need a new year to become a new person. You just need one honest moment with yourself. One decision that you will no longer tolerate your own excuses. That's when transformation begins. Transformation is not a moment. It's thousands of small choices nobody sees. So that's it, guys. I hope this is helpful for you. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റീൻ്റെ കേസ് മറക്കണ്ട, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ചെക്ക് ദാറ്റ് ഔട്ട് if you really want to change your life. See you in the next video.